ഹായ് എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 50ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം പേര് പഠിക്കുന്നുണ്ട്. അവർക്ക് എളുപ്പമാണെന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേയിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ വാട്സപ്പ് നമ്പർ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വാട്സപ്പ് നമ്പറിലൂടെ വീഡിയോ കോളിലൂടെ ആയിരിക്കും നമ്മൾ ഓൺലൈൻ ക്ലാസ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പാട്ട് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ എന്നൊരു പാട്ട് നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ പല്ലവിയാണ്, പാർട്ട് 1 ആയിട്ടുള്ള പല്ലവി ഭാഗമാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ അനുപല്ലവിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഗ്രേസ് നോട്ടുകൾ വളരെ കൂടിയൊരു അനുപല്ലവിയാണ് വരുന്നത്. പക്ഷെ നമുക്കത് ഞാൻ മാക്സിമം പ്ലെയിൻ ആയിട്ട് തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു ഭാവം അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ മുഴുവനും ആ ഗ്രേസ് നോട്ടുകളിലാണ് കിടക്കുന്നത്. സാരമില്ല, എങ്കിൽ നമുക്ക് അത് പ്ലെയിൻ ആയിട്ട് തന്നെ പഠിച്ച് നിങ്ങളത് കുറച്ച് കഴിയുമ്പോൾ അത് പ്രൊഫഷണലായിട്ട് നന്നായിട്ട് വായിക്കാനായിട്ട് ശ്രമിച്ചാൽ മതിയാവും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ എന്ന പാട്ടിൻ്റെ പല്ലവി നമുക്ക് ലൈൻ അനുസരിച്ച് ഈ 2 ലൈനൊക്കെ വെച്ച് നമുക്ക് വായിച്ച് പഠിക്കാം. ഓക്കെ, അപ്പം ആദ്യമേ അനുപല്ലവിയുടെ ആദ്യത്തെ ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ നോട്ട് വരുന്നത് എ എ എ എ സി എ എ എ സി എ. ഒന്നുകൂടെ കാണിച്ചു തരാം. എ എ സി എ, അടുത്തത് സി സി, എ എ സി എ സി സി. ഓക്കെ, അപ്പം എ എ സി എ സി സി. അടുത്തത് ഡി എ ഷാർപ്പ് എ, ഡി ഡി എ ഷാർപ്പ് എ. ഓക്കെ, അപ്പം അതിൻ്റെ നോട്ട് എന്ന് പറയുന്നത് എ എ സി എ സി സി ഡി എ ഷാർപ്പ് എ. ഓക്കെ, അത് വായിക്കേണ്ടത് ഇനി ഇത് സെയിം ആണ്. പക്ഷേ അടുത്ത ഭാഗം എന്ന് പറയുമ്പോൾ അത് ഒന്നുകൂടെ മുകളിലോട്ട് ഹയർ നോട്ടുകളോട് ചേർത്ത് കയറി ഇങ്ങനെ വരുന്ന ഒരു ഒടിഞ്ഞ് വരുന്ന ഒരു ഭാഗമാണ്. അത് എക്സ്പ്രഷൻ ഇട്ട് അവർ പാടുന്ന അതനുസരിച്ച് നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ നോട്ടും ഏകദേശം സെയിം തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. നമുക്കത് നോക്കാം. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് സെയിം തന്നെ, എ എ സി എ, മുമ്പത്തെ പോലെ തന്നെ എ എ സി എ. അടുത്തത് ഇവിടെ ഒരു സി മതി, സി, എ എ സി എ സി. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. എ എ സി എ സി. അടുത്തത് ഡി സി ഡി സി. അതിട്ട് എഫ് ഡി ഷാർപ്പ് എഫ് എഫ് ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ് എ. ഓക്കെ, അതൊന്നുകൂടെ പറഞ്ഞുതരാം. എ എ സി എ സി ഡി സി എഫ് ഡി ഷാർപ്പ് ഡി സി എ ഷാർപ്പ് ഡി. ഓക്കെ, അത് വായിക്കേണ്ടത് ആ 2 ഭാഗം വായിക്കേണ്ടത് ഓക്കെ, അത് അത്ര ഭാഗം അവിടെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതിനുശേഷം കാണിച്ചു തരാം. ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ,
അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് അതായത് എഫ് എഫ് ഏഷ എഫ് ഏഷ ജി എഫ് ജി. ഒന്നുകൂടെ പറഞ്ഞുതരാം. എഫ് ഏഷ എ എഫ് ജി എഫ് ഏഷ എ എഫ് ജി. അത് കറങ്ങി വരുന്നതേ ഉള്ളൂ. സോറി, എഫ് ഷാർപ്പ് എഫ് എ ഷാർപ്പ് എ ജി എ എഫ് ജി എഫ് എ ഷാർപ്പ് എ എഫ് എ ഷാർപ്പ് എ എഫ് ജി. ഓക്കെ, അടുത്ത ഭാഗം എന്ന് പറയുന്നത് ജി ഏഷ സോറി ജി എഫ് ഏഷ ജി എഫ് ഏഷ ജി എഫ് ഏഷ ജി എഫ് ഡി ഷാർപ്പ് ജി എഫ് ഡി ഷാർപ്പ് ജി എഫ് ഏഷ ജി എഫ് ഡി ഷാർപ്പ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ജി എഫ് ഏഷ ജി എഫ് ഡി ഷാർപ്പ്. ഓക്കെ, ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഡി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് ഡി എ ഷാർപ്പ് എ ഷാർപ്പ് ഡി ഷാർപ്പ് ഡി എ ഷാർപ്പ് എ ഷാർപ്പ് സി ഡി ഷാർപ്പ് ഡി. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡി ഷാർപ്പ് ഡി എ ഷാർപ്പ് എ ഷാർപ്പ് സി ഡി ഷാർപ്പ് ഡി. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡി ഷാർപ്പ് സി സോറി ഡി ഷാർപ്പ് ഡി എ ഷാർപ്പ് എ ഷാർപ്പ് സി ഡി ഷാർപ്പ് ഡി. അപ്പം അതാണ് അതിൻ്റെ നോട്ട്. അപ്പം അത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതാണ് ആ ഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അത് ഞാൻ വായിച്ച് കേൾപ്പിച്ച ശേഷം അതിൻ്റെ നൊട്ടേഷൻ പറഞ്ഞു തരാം. ഓക്കെ, ഇതാണ് നമ്മൾ ഇനി പഠിക്കുന്നത് ഈ ഭാഗം. അപ്പം ഇത് 2 പ്രാവശ്യമായിട്ട് വായിക്കുക. രണ്ടും സെയിം നോട്ടുകൾ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. അപ്പം അതിൻ്റെ നോട്ടുകൾ ആദ്യമേ നമുക്ക് നോക്കാം. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് എഫ് എ സി ഡി എഫ് ഡി ഷാർപ്പ് എഫ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. എഫ് എ സി ഡി എഫ് ഡി ഷാർപ്പ് എഫ്. ഒന്നുകൂടെ കാണിച്ചു തരാം. എഫ് എ സി ഡി എഫ് ഡി ഷാർപ്പ് എഫ്. ഓക്കെ, അടുത്ത ഭാഗം എന്ന് പറയുമ്പോൾ സി ഡി ഷാർപ്പ് ഡി സി കറങ്ങി വരുന്നു. ഡി സി ഡി ഷാർപ്പ് ഡി സി സി ഡി ഷാർപ്പ് ഡി സി 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 ഡി ഷാർപ്പ് ഡി സി. അടുത്ത എ ഷാർപ്പ് എ ജി ഡി ഷാർപ്പ് എ ഷാർപ്പ് എ ജി ഡി ഷാർപ്പ്. ഒന്ന് കാണിച്ചു തരാം. എ ഷാർപ്പ് എ ജി ഡി ഷാർപ്പ്. ഓക്കെ, ഇതാണ് നോട്ട്. അപ്പം ഇതിനെ 2 പ്രാവശ്യമായിട്ടാണ് 2 പ്രാവശ്യം വായിക്കണം. അപ്പം ആദ്യത്തെ ഭാഗം ഇങ്ങനെയാണ്. ഇത് ആദ്യത്തെ ഭാഗം. ഇതിനകത്ത് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് സെയിം നോട്ടുകൾ തന്നെ, അതിന് വ്യത്യാസം ഞാൻ വരെ കാണിച്ചു തരാം. ആദ്യമേ നമ്മൾ മുമ്പേ വായിച്ച പോലെ തന്നെ എഫ് എ സി ഡി എഫ് ഡി ഷാർപ്പ്. ഇവിടെ എഫ് ഒരു പ്രാവശ്യം കൊണ്ട് ഡി ഷാർപ്പ് വരും. ഓക്കെ, അത്രേ ഉള്ളൂ വ്യത്യാസം.
2 പ്രാവശ്യം എഫ് ഡി ഷാർപ്പ് എന്ന് വായിച്ചാൽ മാത്രം മതി. അവിടെ വേറെ നമുക്ക് നോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, വളരെ എളുപ്പം എന്ന് വായിക്കാനുള്ള കേസേ ഉള്ളൂ. ആക്കി ഓക്കെ, ഇതാണ് അതിൻ്റെ ഭാഗം. അപ്പോൾ അത് 2 പ്രാവശ്യം ഒരുമിച്ച് വായിച്ച് കേൾപ്പിക്കാം. ഇതാണ് ആ ഭാഗം. ഓക്കെ, ഇനി ലാസ്റ്റ് ഭാഗത്തെ നോട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, അതിൻ്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്ന നോട്ട് എന്ന് പറയുന്നത് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ് ജി, ഡി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ് ജി. ആദ്യത്തെ ഭാഗം ഡി ഷാർപ്പ് ഡി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ് ജി, ഡി ഷാർപ്പ് ഡി ഷാർപ്പ് എഫ് ജി. അടുത്തത് അപ്പം അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഡി ഡി ഷ എഫ് ഡി ഷ ഡി, ഡി 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 ഷ എഫ് ഡി ഷ ഡി. ഓക്കെ, ഡി ഡി ഷ എഫ് ഡി ഷ ഡി. ഓക്കെ, ഇനി ലാസ്റ്റ് അത് വായിക്കേണ്ടത് അത്ര ഭാഗം. അടുത്ത ലാസ്റ്റ് ഭാഗം അപ്പം ആ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് എ ഷാർപ്പ് എ ഷാർപ്പ് എ ഷാർപ്പ് എ ഷാർപ്പ് സി, എ ഷാർപ്പ് എ ഷാർപ്പ് സി, ഡി ഷാർപ്പ് ഡി ഡി, എ ഷാർപ്പ് എ ഷാർപ്പ് സി, ഡി ഷാർപ്പ് ഡി ഡി, എ ഷാർപ്പ് സി, ഡി ഷാർപ്പ് ഡി ഡി. അപ്പോൾ അത്ര ഭാഗം, ആ ഒരു ഭാഗം വായിക്കുന്നത് ഇതോടെ നമ്മുടെ അനുപല്ലവിയുടെ ഭാഗം തീരുകയാണ്. അപ്പോൾ ഈ ഒരു ഫുൾ അനുപല്ലവി ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പം ഇച്ചിരി ഗ്രേസ് നോട്ട് ചേർത്ത് ഞാൻ ശ്രമിച്ച് നോക്കുകയാണ്, നിങ്ങളും വായിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് ജി സി സി ഡി ഷാർപ്പ്, പിന്നെ നമ്മൾ ആ പഴയ രീതിയിൽ തന്നെ നമ്മൾ പഠിക്കുന്നു. ഓക്കെ, ആ ബാക്കി ഫുൾ അതുപോലെ തന്നെ വായിക്കുന്നു. അപ്പോൾ ആ ഒരു ഈ ഒരു ഇതിനെക്കുറിച്ചുള്ള ചില ബുദ്ധിമുട്ടാണ്, എനിക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയൊരു ഭാഗമാണ്. എന്നാലും ഞാൻ മാക്സിമം എൻ്റെ രീതിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കൽ കൂടി ഇത് വിശദമായിട്ട് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ആദ്യമായിട്ടാണ് എടുത്തെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നമ്മൾ ലൈക്കുകൾ നൽകി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അവർക്കും കീബോർഡ് രംഗത്തേക്ക് കടന്നു വരാനായിട്ട് വലിയ സഹായകരമാകും. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്